അപ്പോൾ സാർ ഇനിയില്ല. ഇനി നമ്മളാണ് കോഫി ഷോപ്പ് നോക്കി നടത്തേണ്ടത്. എന്തായാലും ഒരാൾ ഫുൾ ടൈം കോഫി ഷോപ്പിൽ വേണം, കേട്ടല്ലോ? എന്തിനാ റോയിച്ചൻ എൻ്റെ മുഖത്ത് നോക്കി പറയണേ? പിന്നെ നിന്നോട് പറയേണ്ട കാര്യം നിന്റെ മുഖത്ത് നോക്കി അല്ലാതെ ഇവളുടെ മുഖത്ത് നോക്കി പറയണോ? എന്തിനാ എൻ്റെ മുഖത്ത് നോക്കി പറയണേ? കോഫി ഷോപ്പിൽ മുഴുവൻ സമയം നിൽക്കുന്ന ആളുടെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ അതാണല്ലോ നീയാണല്ലോ ഇനി മുതൽ കോഫി ഷോപ്പിൽ നിൽക്കാൻ പോകുന്നു. പിന്നെ ഞാനങ്ങൂല്ല, ഞാൻ നിന്നാ ശരിയാകത്തില്ല റോയിച്ച. അല്ല, ഇവനെ ഏൽപ്പിക്കണോ? ഷോപ്പിലുള്ള എല്ലാ ഗേൾസിനും ഇവൻ ഫ്രീ ആയിട്ട് സർവീസും ചെയ്യും, അതോടെ പൂട്ടേണ്ടിയും വരും. അതെ, അങ്ങനെ എങ്ങാനും സംഭവിച്ചെന്ന് ഞാൻ അറിഞ്ഞ നിന്റെ കാര്യം പോക്കാം. പറയുന്നത് ഞാനാ. പപ്പയും അമ്മയും പോലും ഇതിനെക്കുറിച്ച് എന്നോട് ചോദിക്കില്ല, അറിയാലോ? അവരുടെ കാര്യത്തിലാണല്ലോ റോയിച്ച എന്നെയായിട്ട് ഇവിടെ ഇങ്ങനെ പിടിപ്പിക്കുന്നത്. എടാ ടോണി, നീ ഇങ്ങനെ എടുക്കല്ലേ? നിന്റെയും കൂടെ ആണല്ലോ ഈ കോഫി ഷോപ്പ്. അതാ ഇപ്പൊ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. വല്ല അനാഥനമായിരുന്നെങ്കിൽ തോന്നിയ പോലെ ജീവിതം അങ്ങ് ജീവിച്ച് തീർക്കായിരുന്നു. എന്ന തൽക്കാലം നീ അനാഥനല്ല. മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ രാവിലെ സാറ് എത്തുന്ന സമയത്ത് കോഫി ഷോപ്പിൽ എത്തിക്കൊള്ളണം, മനസ്സിലായല്ലോ? എത്തിക്കൊള്ളാമേ. എത്തിക്കോളം തോണ്ടാതിരുന്നാൽ ഭാഗ്യം. നിന്റെ കാര്യം അങ്ങനെ? ഞാൻ മറ്റന്നാൾ ക്രെഡിറ്റ് കാർഡ്സ് ജോയിൻ ചെയ്യും. ഈവനിങ് 5 o'clock വരെയാണ് എന്റെ വർക്കിംഗ് ആവേഴ്സ്. അത് കഴിഞ്ഞ് ഞാനും കാണും കോഫി ഷോപ്പിൽ. പിന്നെ ആനന്ദിന് ഓഡീഷനും ക്ലാസ്സില്ലാത്ത സമയത്ത് അവനും കാണും കോഫി ഷോപ്പിൽ, പോരെ? അല്ല, ഞങ്ങളെയൊക്കെ ഇങ്ങനെ ഓരോ പണി ഏൽപ്പിച്ചിട്ട് റോയിച്ചൻ എന്തിനാ ഇങ്ങനെ മാറിയിക്കണേ? റോയിച്ചൻ എന്താ പണി? നിന്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ കാര്യത്തിൽ കൂടുതൽ ഇടപെടണ്ടെന്ന്. റോയിച്ചൻ വിഷമിക്കണ്ട, ടോണി നിന്നോളും. ഇനി മുതൽ സാറുടെ സ്ഥാനത്ത് ഞാനും കാണും, അല്ലടാ ടോണി? വേണ്ട, അവനവൻ്റെ സ്ഥാനത്ത് നിന്നാ മതി, ഇങ്ങോട്ട് കയറണ്ട. അല്ല, അവനെവിടെ ആനന്ദ്? അവൻ രാവിലെ ഏതാണ്ട് ഓഡിഷൻ ഉണ്ടെന്ന് പറഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. ഇനി വൈകുന്നേരം ആ ചാൻസ് പോയിന്റെ വിഷമം കേൾക്കേണ്ടി വരുമല്ലോ ഈശ്വരാ. ടോണി, എന്നാ വേഗം റെഡി ആയിക്കോ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അങ്ങനെ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എന്ത് തീരുമാനമാൻ? നീ നോക്കിക്കോ, റോയിച്ചൻ ഒരാഴ്ചക്കകം എന്നെ കോഫി ഷോപ്പിൽ നിന്ന് കഴുത്തിന് പിടിച്ച് പുറത്തു കളി. അത് മോൻ സ്വപ്നത്തിൽ പോലും കരുതണ്ട. നീ ഇത് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ റോയിച്ചൻ എന്നോട് പറഞ്ഞതാ. എന്ത്? നീ ഈ കോഫി ഷോപ്പിൽ എത്ര കാലം ഉഴപ്പുന്നു അത്രയും കാലം നിന്നെ പിടിച്ചിടുമെന്നും, മറിച്ച് നീ നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുമെന്നാണ് റോയിച്ചനോട് പറഞ്ഞിരിക്കുന്നത്. ഇനി പറ, എന്താണ് നിന്റെ തീരുമാനം? അപ്പോ കുറച്ചു കാലം മര്യാദക്ക് നിൽക്കാല്ലേ?